Hi, how are you? Hope you all are fine and stay safe. അപ്പോൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് ചൈൽഡ് സൈക്കോളജി ക്ലാസ്സായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ അങ്ങനെ കുറേ റിലാക്സ് ചെയ്ത് ടൈം കളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ ചൈൽഡ് സൈക്കോളജിയുടെ ക്ലാസ്സിലേക്ക് വരാം. കാരണം ഈ ഒരു വളരെ കുറച്ച് സെഷൻസോടുകൂടി തന്നെ ആ സബ്ജക്റ്റ് ക്ലോസ് ആവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊരു ഹാപ്പി ന്യൂസ് ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ചാപ്റ്റർ 12ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനെ പറ്റി പറയുവാണെങ്കിൽ, ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ അർത്ഥം അറിഞ്ഞും അറിയാതെയും നമ്മൾ കോമണായിട്ട് വെറുതെ യൂസ് ചെയ്യുന്ന ഒരു വാക്കുണ്ട്, പേഴ്സണാലിറ്റി. അപ്പോൾ സൈക്കോളജി ഇത്രയൊക്കെ പഠിച്ചിട്ട് ആ ഒരു കാര്യത്തെപ്പറ്റി പഠിച്ചില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ അതിനെ പറ്റിയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് പേഴ്സണാലിറ്റി. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വളരെ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്. ആൻഡ് തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഇതൊരു ബോറിങ് ചാപ്റ്ററായിട്ടാണ് എല്ലാവരും ഫീഡ്ബാക്ക് തരാറുള്ളത്. ഇതിൻ്റെ ക്രിസ്പായിട്ടുള്ളൊരു ഫോം അല്ലെങ്കിൽ ഒരു ക്യാപ്സ്യൂൾ ഫോമിലാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇന്നത്തെ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബാക്കി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കാം. ടെക്സ്റ്റ് ബുക്ക് കുറച്ച് വൈഡായിട്ടും കുറച്ച് അധികം സ്പ്രെഡ് ചെയ്തും ആവശ്യത്തിലധികം വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചും വലുതാക്കിയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഈ ഒരു ക്യാപ്സ്യൂൾ ഫോമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. 12ാമത്തെ ചാപ്റ്റർ. അപ്പോൾ ഈ 12ാമത്തെ ചാപ്റ്ററോടുകൂടി നമുക്ക് ടോട്ടൽ 18 ചാപ്റ്റേഴ്സാണുള്ളത്. നമ്മൾ അവസാനത്തോടെ അടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ ആസ് യൂഷ്വൽ നമ്മളെല്ലാ ചാപ്റ്ററിലും പറഞ്ഞ പോലെ നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഡെഫിനേഷനാണ്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തുടക്കത്തിലൊന്നുമല്ല, ഇടയിൽ എവിടെയോ ആണ് ആ ഒരു കുറേ ഡെഫിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു ഡെഫിനേഷൻ നിങ്ങൾ പഠിച്ചിരിക്കുക. അപ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നതിന് ഒരു സിമ്പിൾ ഡെഫിനേഷൻ ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്. ആ ഡെഫിനേഷൻ ഞാൻ പറയാം. അപ്പോൾ പേഴ്സണാലിറ്റി ഈസ് what permits prediction of what a person will do in a given situation. അതായത് personality is what permit the prediction of what a person do in a given situation. അതായത് ഒരു സിറ്റുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പേഴ്സൺ എന്ത് ചെയ്യും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പെർമിഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇന്ന പേഴ്സണാലിറ്റി ഉള്ള ആൾ എങ്ങനെയായിരിക്കും ചെയ്യുക, അതാണ് ഒരാളുടെ പേഴ്സണാലിറ്റി എന്നാണ് കാറ്റൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഡെഫിനേഷനാണ് ഈ പറഞ്ഞത്. ഇതല്ലാതെ ഒരുപാട് ഡെഫിനേഷൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്, അതായത് ഒരു സിറ്റുവേഷൻ തന്നു കഴിഞ്ഞാൽ ആ സിറ്റുവേഷനിൽ ഞാൻ എന്ന പേഴ്സണാലിറ്റി ഇങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ബാക്കിയുള്ളവർക്ക് കഴിയും. അതാണ് എൻ്റെ പേഴ്സണാലിറ്റിയെ നിങ്ങൾ അളക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അതിനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മൾ പേഴ്സണാലിറ്റി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരാളുടെ പേഴ്സണാലിറ്റിയെ എഫക്റ്റ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സിനെ നമുക്ക് കോമൺലി രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ബയോളജിക്കൽ ഫാക്ടേഴ്സ്, രണ്ട് സോഷ്യൽ ഫാക്ടേഴ്സ്. അപ്പോൾ ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. അപ്പോൾ നമ്മുടെ ഹോർമോൺസ് അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി, തൈറോയിഡ് അങ്ങനെയുള്ള നമ്മുടെ ഹോർമോൺ ക്രിയേഷൻസ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നത് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ തൈറോയ്ഡ് ഹോർമോണൊക്കെ പറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താറുണ്ടെന്ന് അല്ലേ. രണ്ടാമത്തേതാണ് ഫിസിക് എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മുടെ സെക്സ്, ആണുങ്ങൾ പെണ്ണ് എന്നുള്ള ആ ഒരു സെക്സ് ഡിഫറൻസ്, നമ്മുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതൊക്കെ ഫിസിക്കിൽ പെടും. മൂന്നാമത്തേതാണ് ബോഡി കെമിസ്ട്രി. അപ്പോൾ ബോഡി കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയുടെ അകത്ത് ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. നമ്മുടെ ബൈൽ, നെർവ് ഫ്ലൂയിഡ്സ്, അങ്ങനെ ഒരുപാട് ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ട്. അതുകൂടാതെ നമ്മൾ കഴിക്കുന്ന ഡ്രഗ്സ്, ആൽക്കഹോൾസ്, ഇതെല്ലാം നമ്മുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്ന കെമിക്കൽസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ ബോഡി കെമിക്കൽസ് എന്ന്, നമ്മുടെ ബോഡിയിലുള്ള കെമിക്കൽസ്. അപ്പോൾ ഇത് മൂന്നുമാണ് നമുക്ക് ബയോളജിക്കൽ ഫാക്ടേഴ്സായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതാണ് സോഷ്യൽ ഫാക്ടേഴ്സ്. സോഷ്യൽ ഫാക്ടേഴ്സ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഒന്നാമത്തെ ഫാക്ടർ
നമ്മുടെ എല്ലാവരും നമ്മൾ ജനിച്ച് വീഴുന്ന വീടാണ്. അപ്പോൾ ഹോം എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടറാണ്. അപ്പോൾ ഹോമിൽ നിന്നാണ് നമുക്ക് ബേസിക് കൾച്ചർ അതിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ജനിച്ച വീട്ടിൽ നിന്നാണ്. അതുപോലെ നമ്മുടെ പാരൻസ്, അവർ തമ്മിലുള്ള റിലേഷൻസ്, അവർ നമ്മളോടുള്ള റിലേഷൻസ്, അവരുടെ പാരൻസിനോടുള്ള റിലേഷൻസ്, അങ്ങനെ പാരൻസിൻ്റെ ആ ഒരു ഡീലിങ്സ് അത് നമ്മളുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ്, ബർത്ത് ഓർഡർ, അതായത് നമ്മൾ എത്രാമത്തെ കുട്ടിയായിട്ടാണ് ജനിച്ചത്, ഒറ്റ മോനായിട്ടാണോ ജനിച്ചത്, രണ്ടാമത്തെ കുട്ടിയായിട്ടാണോ ജനിച്ചത്, അല്ലെങ്കിൽ വാത്സല്യം നിറഞ്ഞു നിൽക്കുന്ന മൂന്നാമത്തെ അല്ലെങ്കിൽ ലാസ്റ്റത്തെ കുട്ടിയായിട്ടാണ് ജനിച്ചത്. അങ്ങനെ നമ്മുടെ ബർത്ത് ഓർഡർ അതെല്ലാം നമ്മുടെ പേഴ്സണാലിറ്റി ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഹോം ഒരു കാര്യമാണ്. രണ്ടാമത്തേതാണ് നമ്മുടെ സ്കൂൾ ഓഫ് കോഴ്സ് നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ പിയർ ഗ്രൂപ്പ്, ഇതെല്ലാം നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളും നമ്മുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്ന കാര്യമാണ് അല്ലേ. നമ്മുടെ എല്ലാവരുടെയും പേഴ്സണാലിറ്റിയിൽ നമ്മുടെ ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ആൻഡ് മൂന്നാമത്തെ ഫാക്ടറാണ് നമ്മളുടെ സൊസൈറ്റി. അപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ഇറങ്ങിയാൽ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ നമ്മൾ മിങ്കിളാകുന്ന നമ്മുടെ സൊസൈറ്റി, അവിടെയുള്ള പിയർ ഗ്രൂപ്പ്സ്, ഇതെല്ലാം നമ്മളെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പെട്ടതാണ്. നാലാമത്തേതാണ് നമ്മുടെ കൾച്ചർ. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലം, അവിടുത്തെ ഫെസ്റ്റിവൽസ്, അവിടുത്തെ ആഘോഷങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, ആചാരങ്ങൾ, ഇതെല്ലാം നമ്മളുടെ ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റിയെ ബാധിക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പേഴ്സണാലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്നുള്ള രീതിയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് തുറന്നു നോക്കിയാൽ കാണാം, ഒരു നീണ്ട പോർഷൻ തന്നെ ഇപ്പോൾ കവറായിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ സംഭവമൊന്നുമില്ല, നമ്മൾക്കറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ മാത്രമാണ് അതിൽ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് പല സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പലതരത്തിൽ ബർത്ത് ഓർഡർ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിന് ഡിവിഷൻസ് അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മളുടെ പേഴ്സണാലിറ്റി നമ്മുടെ ഓരോ പ്രായം വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുവാണ്. അപ്പോൾ ആദ്യത്തെ 6 വയസ്സ് വരെയുള്ള സമയം, അതായത് നമ്മുടെ അമ്മ നമ്മളെ ഗർഭം ചുമന്നത് മുതൽ നമ്മൾക്ക് 6 വയസ്സ് വരെ ആകുന്ന സമയം വരെയുള്ള ആ ഒരു ടൈമിൽ പേഴ്സണാലിറ്റിക്ക് ഡെവലപ്മെൻറ്റിന് എന്തൊക്കെ മാറ്റങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത് എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ജനിച്ച കഴിഞ്ഞ സമയം തൊട്ടല്ല, പക്ഷെ അതിനു മുന്നേ നമ്മളുടെ അമ്മ നമ്മളെ ഗർഭം ചുമന്ന സമയം തൊട്ടേ നമ്മളുടെ പേഴ്സണാലിറ്റി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനു മുന്നും സംസാരിച്ചിട്ടുണ്ട്, ഗർഭാവസ്ഥയിൽ നമ്മളത്രയും ഹാപ്പി ആയിട്ടിരിക്കണം അല്ലെങ്കിൽ ഇതിനെയൊക്കെ പറ്റി കോൺഷ്യസ് ആയിട്ടിരിക്കണം എന്ന് പറയാറുള്ളത് ഈ ഒരു കാരണം കൊണ്ടാണ്. അതുപോലെ ആദ്യത്തെ 3 വർഷം, കുട്ടി ജനിച്ച ശേഷമുള്ള ആദ്യത്തെ 3 വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ടൈമിൽ നമ്മൾ എന്തൊക്കെ എക്സ്പീരിയൻസ് ആണോ കുട്ടിക്ക് കിട്ടുന്നത് അതനുസരിച്ചാണ് ആ കുട്ടിയുടെ ഫ്യൂച്ചർ മോൾഡ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഈ ഒരു ടൈമിൽ നമ്മുടെ പാരൻസിൻ്റെ ലവും കെയറും പ്രൊട്ടക്ഷൻ ഇതെല്ലാം കുട്ടിക്ക് ആവോളം കൊടുക്കേണ്ട സമയമാണ്. ആ സമയത്ത് അവർക്ക് അതാണ് കൊടുക്കേണ്ടത്, അല്ലാതെ ജീവിത സൗകര്യങ്ങളല്ല. അതുപോലെ സക്കിങ്, ലവിങ്, ബീറ്റിങ്, ടോയ്ലറ്റ് യൂസേജ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരുടെ പേഴ്സണാലിറ്റി ആ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ലവ് ആൻഡ് കെയർ കൊടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഒരു സുരക്ഷിതത്വ ബോധമില്ലാതെ വളരുന്ന കുട്ടികൾ, അതെല്ലാം അവരുടെ പേഴ്സണാലിറ്റിയെ വേഴ്സ്റ്റായിട്ട് ബാധിക്കും. ആൻഡ് പാരൻസ് തമ്മിലുള്ള റിലേഷൻസ്, പാരൻസിന് കുട്ടികളോടുള്ള റിലേഷൻസ്, ഇതെല്ലാം അവരുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കും. ഇതെല്ലാം അവർ കണ്ട് വളരുവാണ് ചെയ്യുക. അപ്പോൾ അതെല്ലാം അവരുടെ പേഴ്സണാലിറ്റിയെ അത്രയും ഡീപ്പായിട്ട് ടച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ 3 വയസ്സിലാണ് നമ്മളുടെ വിൽ പവർ, ഫ്രണ്ട്ലിനെസ്, ഡിറ്റർമിനേഷൻ, അങ്ങനെയുള്ള നല്ല നല്ല ക്വാളിറ്റീസ് ഡെവലപ്പ് ആവുക. അപ്പോൾ പിന്നീടുള്ള 5 വയസ്സ് വരെയുള്ള ടൈമിലാണ് കോമ്പറ്റീഷൻ, സെൽഫ് ഡിപ്പെൻഡൻസ്, ലവ്, ഇമോഷണൽ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പായിട്ട് വരിക.
ഇനി ഈ ഒരു ടൈം കഴിഞ്ഞു, 6 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പ്രീ പ്യൂബേർട്ടി ടൈമിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ പ്രീ പ്യൂബേർട്ടി ടൈമിലാണ് നമ്മൾ സ്കൂളിലേക്കൊക്കെ പോയി അല്ലെങ്കിൽ സ്കൂളിൽ കുറച്ച് ആക്റ്റീവ് ആകുന്ന സമയം. അപ്പോൾ ഈ സമയത്ത് ഓഫ് കോഴ്സ് സ്കൂൾ, അതിൻ്റെ അന്തരീക്ഷം, അവിടെയുള്ളവർ, അതെല്ലാം ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ സ്കൂൾ സെലക്ട് ചെയ്യുമ്പോൾ വളരെ കോൺഷ്യസ് ആയിരിക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ കുട്ടികളുടെ ഫ്രണ്ട്സിനെ അവർ സെലക്ട് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി നമ്മൾ വളരെ കോൺഷ്യസ് ആയിരിക്കണം എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. അതുപോലെ ഈക്വാലിറ്റി, ജസ്റ്റിസ്, ഇൻഡിപെൻഡൻസ്, സെൽഫ് ഡിപ്പെൻഡൻസ്, അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഈ ഒരു ടൈമിൽ അവർക്ക് ഉണ്ടാവേണ്ടതാണ്. അതുപോലെ ലീഡർഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, സിമ്പതി, സോഷ്യൽ അഡാപ്റ്റേഷൻ, ഈ വക ഗുണങ്ങളെല്ലാം അവർ നേടിയെടുക്കുന്നത് ഈ ഒരു ടൈമിലാണ്. ഓക്കെ, നെക്സ്റ്റ് പ്യൂബേർട്ടി ആൻഡ് അഡോളസെൻസ്. പ്യൂബേർട്ടി ആൻഡ് അഡോളസെൻസ് എന്ന് പറയുന്ന പ്രായം നമുക്കറിയാം വളരെ വയലൻ്റ് ആയിട്ടുള്ള ഒരു പ്രായമാണ്, അല്ലെങ്കിൽ സ്ട്രെസ് ആൻഡ് സ്റ്റോമിൻ്റെ പ്രായമാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത് വന്നതായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമുക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് ഇൻട്രസ്റ്റ് തോന്നുന്നതും പലതരത്തിലുള്ള റിലേഷൻഷിപ്സിലും കുട്ടികൾ ചെന്ന് പെടാനുള്ള സാധ്യതയും ഈ ഒരു പ്രായത്തിലാണ്. അപ്പോൾ ഈ ഒരു ടൈമിലാണ് അവർക്ക് ബിഹേവിയറൽ ചേഞ്ചസ്, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഇങ്ങനെ ആയിരുന്നില്ല, അപ്പോൾ പെട്ടെന്ന് ചില മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് പല പാരൻസും പറയുന്ന ഒരു സമയം ഈ ഒരു സമയമാണ്. അവർക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് വളരെ താല്പര്യം തോന്നുന്ന സമയം കൂടിയാണ് ഈ ഒരു പ്രായം. അതുപോലെ അവർക്ക് മെൻ്റൽ ഡെവലപ്മെൻറ്റ് മാക്സിമം ആയിരിക്കും. അതുപോലെ ബോഡി ഡെവലപ്മെൻറ്റ് വളരെ ഫാസ്റ്റും ആയിരിക്കും. അപ്പോൾ ബോഡിലി ഡെവലപ്മെൻറ്റ് ഈ ഒരു പ്രായം എത്തുമ്പോഴേക്കും സെക്സ് ഓർഗൻസ് ഒക്കെ വളരാൻ തുടങ്ങും, അവരിൽ പല ചേഞ്ചസ് പുറമേക്ക് കാണാൻ തുടങ്ങും. അപ്പോൾ അവരുടെ ഡെവലപ്മെൻറ്റ്, ബോഡി ഡെവലപ്മെൻറ്റ് ഭയങ്കര ഫാസ്റ്റും മെൻ്റൽ ഡെവലപ്മെൻറ്റ് അതിൻ്റെ മാക്സിമം ലെവലിൽ എത്തുന്ന സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു സമയത്താണ് മറ്റു കുട്ടികളോട്, ഓപ്പോസിറ്റ് സെക്സിലുള്ള കുട്ടികളോടുള്ള പലതരത്തിലുള്ള റിലേഷൻഷിപ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഇൻക്രീസ് ഇൻ ഇൻഡിപെൻഡൻസ്, ചോയ്സ് ഓഫ് പ്രൊഫഷൻ, സെക്ഷൽ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇതെല്ലാം നടക്കുന്നത് ഈ ഒരു പ്രായത്തിലാണ്. അപ്പോൾ ഈ നമ്മുടെ ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൻ്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇനി നമുക്ക് പല തിയറീസ് ഉണ്ട്. അപ്പോൾ ഈ പേഴ്സണാലിറ്റിയെ പറ്റി ഒരുപാട് തിയറീസ് നിങ്ങൾക്ക് നിലവിൽ വന്നിട്ടുണ്ട്. അതിൽ മിക്കതും തന്നെ നിങ്ങൾക്ക് പഠിക്കാനുമുണ്ട്. അതിൽ അറ്റ്ലീസ്റ്റ് ആദ്യത്തെ 1-2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസ് എങ്കിലും നിങ്ങൾ അതുമായിട്ട് ഒന്ന് പരിചയപ്പെട്ടു പോകണം. ബാക്കിയുള്ളത് സ്കിപ്പ് ചെയ്യാനല്ല, പക്ഷേ ആദ്യത്തെ 1-2 നന്നായിട്ട് മനസ്സിലാക്കി പോകേണ്ടതാണ്. അപ്പോൾ ആദ്യത്തെ ആളുടെ തിയറി എന്ന് പറയുന്നത് നിങ്ങൾ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഇതിനു മുന്നേ എവിടേക്കോ ടച്ച് ചെയ്ത് പോയ ഒരാളാണ് ഫ്രോയിഡ്. അപ്പോൾ ഫ്രോയിഡിൻ്റെ തിയറി ഓഫ് പേഴ്സണാലിറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ് ഈ ഒരു തിയറിയിൽ പറയാനുള്ളത്, അതുപോലെ പഠിക്കാനുള്ളത്. ഈ ഒരു തിയറിയെ സൈക്കോ അനലിറ്റിക് തിയറി എന്നുള്ള പേരിലും അറിയപ്പെടാറുണ്ട്. അപ്പോൾ സൈക്കോ അനലിറ്റിക് തിയറി എന്ന് പറഞ്ഞാലും ഫ്രോയിഡിൻ്റെ തിയറി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. വളരെ വാസ്റ്റായിട്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഈ ഒരു നോട്ടൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഒന്നാമത്തത് അദ്ദേഹം പറഞ്ഞത് സെക്സ് ഈസ് ദ ഫണ്ടമെൻ്റൽ മോട്ടീവ് ഓഫ് ലൈഫ് എന്നാണ്. അപ്പോൾ നിങ്ങളെന്നെ തല്ലാൻ വരട്ടെ, പക്ഷേ ഇദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ്. ഇതിനുള്ള കോൺട്രഡിക്ഷൻസും പല ക്രിറ്റിസിസംസും ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ, അതായത് ആദ്യമായിട്ട് ഈ ഒരു ഫീൽഡിലൊരു തിയറി കൊണ്ടുവന്നത് ഫ്രോയിഡാണ്. അപ്പോൾ ഫ്രോയിഡ് ഇതിനെപ്പറ്റി പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് മുന്നോട്ട് നയിക്കുന്ന ഫാക്ടർ എന്ന് പറയുന്നത് സെക്സ് ആണ് എന്നാണ്. അപ്പം പലർക്കും എതിർപ്പുണ്ടാവും, എനിക്കും എതിർപ്പുണ്ട്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ സെക്സ് ഈസ് ദി ഫണ്ടമെൻ്റൽ മോട്ടീവ് ഓഫ് ലൈഫ് ആൻഡ് ഓൾ ലൈവ് ഫോർ സെക്സ് ഗ്രാറ്റിഫിക്കേഷൻ. എല്ലാവരും ജീവിക്കുന്നത് ഓൾ ലിവ് ഫോർ ദിസ് സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ നേടാൻ വേണ്ടിയിട്ട് മാത്രമാണ് എല്ലാ ആളുകളും ജീവിക്കുന്നത് എന്നാണ് ഫ്രോയിഡ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറി എന്ന് പറയുന്നത് പ്ലഷർ സീക്കിംഗ് ഈസ് ലൈഫ് എന്നാണ്. അതായത് നമ്മൾക്ക് നല്ല നല്ല സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രം മതി അല്ലേ. അപ്പോൾ അല്ലാതെ നമുക്ക് സങ്കടപ്പെടുന്ന കാര്യങ്ങളൊന്നും ആർക്കും വേണ്ട. അപ്പോൾ പ്ലഷർ സീക്കിംഗ് ആണ് ഒരു ലൈഫിൻ്റെ പ്രിൻസിപ്പൽ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം.
അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബേസിക് ടെനൻ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു കാര്യമാണ്, പ്ലഷർ സീക്കിംഗ് ഈസ് ലൈഫ്. ആൻഡ് ഇദ്ദേഹം പറയുന്നത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മൗത്താണ് ആ കുട്ടിയുടെ ആദ്യത്തെ സെക്സ് ഓർഗൻ എന്നാണ്. കാരണം ആ മൗത്തിൽ കുട്ടിയുടെ തമ്പ് സക്ക് ചെയ്യാറുണ്ട്, അമ്മയുടെ ബ്രസ്റ്റ് സക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കുട്ടി ആ ഒരു ടൈപ്പ് ഓഫ് സെക്ഷുവൽ ഗ്രാറ്റിഫിക്കേഷൻ നേടുവാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ അദ്ദേഹം ഈ സെക്സ് എന്നുള്ളതിന് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു അർത്ഥത്തിൽ നിന്നും മാറി മറ്റൊരു അർത്ഥം കൂടി കൊടുക്കുന്നുണ്ട്. സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലഷർ ബൈ സ്റ്റിമുലേഷൻ ഓഫ് എനി പാർട്ട് ഓഫ് ബോഡി. ബോഡിയിലുള്ള ഏതൊരു പാർട്ട് ഉപയോഗിച്ചാണോ അത് സ്റ്റിമുലേറ്റ് ചെയ്താണോ നമുക്ക് പ്ലഷർ കിട്ടുന്നത് അതിനെയാണ് സെക്സ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് തൊട്ട് ഈ സെക്ഷുവൽ ഗ്രാറ്റിഫിക്കേഷൻ വേണം, അതായത് ഇൻഫൻറ്റൈൽ സെക്ഷുവാലിറ്റി തൊട്ട് വേണം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അതുപോലെ ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ്, ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന 2 പോയിന്റ് കൂടി ഇദ്ദേഹം വയ്ക്കുന്നുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ പല ഇൻസ്റ്റിങ്ക്റ്റുകളുണ്ട്. അപ്പോൾ ലൈഫിന് കുറേ ഇൻസ്റ്റിങ്ക്റ്റുകളും അതായത് ഡെത്തിൽ കുറേ ഇൻസ്റ്റിങ്ക്റ്റുകൾ ഉണ്ട് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ആൻഡ് ഇദ്ദേഹം നമ്മുടെ മൈൻഡിനെ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ടോപ്പോളജി അനുസരിച്ച്, അതായത് ഒരു പുഴയുടെ തട്ട് പോലെ, ടോപ്പ് ലെവൽ, നെക്സ്റ്റ് ലെവൽ, അങ്ങനെ ഒരു പുഴയുടെ തട്ട് പോലെ അദ്ദേഹം ആദ്യം ഒന്ന് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പല സ്ഥലത്തും കേട്ട് പരിചയമുള്ള ഒരു കാര്യമുണ്ട്, പുതിയതായിട്ടൊന്നും പഠിക്കാനില്ല. അത് ഒന്നാമത്തെ ടോപ്പിലെ ലെവലാണെന്ത്, കോൺഷ്യസ് ലെവൽ. അപ്പോൾ നമ്മൾ ബോധമണ്ഡലം എന്ന് പറയും, അതായത് നമ്മൾക്ക് ബോധമുള്ള ആ ഒരു നമ്മുടെ ബുദ്ധി ഉണർന്നിരിക്കുന്ന ആ സ്ഥലമാണ് ഈ ബോധമണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റ്സ് എല്ലാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഈ ബോധമണ്ഡലത്തിലാണ് ഉണ്ടാവുക. രണ്ടാമത്തേതാണ് അതിൻ്റെ താഴെയുള്ള തട്ടാണ് സബ് കോൺഷ്യസ് എന്ന് പറയുന്നത്. സബ് കോൺഷ്യസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ അറിവുകൾ, നമ്മൾ പണ്ട് തൊട്ട് പഠിച്ച പല അറിവുകൾ, നമ്മളുടെ പല സ്കിൽസ്, ഡ്രൈവിങ്, സൈക്ലിംഗ്, സ്വിമ്മിങ്, അങ്ങനെ പോലുള്ള പല സ്കില്ലുകൾ, അതുപോലെ നമ്മുടെ മെമ്മറി, ഇങ്ങനെ പല കാര്യങ്ങളും കിടക്കുന്നത് ബോധമണ്ഡലത്തിലല്ല, ഈ സബ് കോൺഷ്യസിലാണ്. അപ്പോൾ നമുക്ക് എപ്പോഴാണ് ഇതിൻ്റെ ആവശ്യം വരുന്നത് അപ്പോൾ നമുക്ക് റീകോൾ ചെയ്താൽ ഇത് തിരിച്ച് നമ്മുടെ മനസ്സിലേക്ക് കയറി വരും, അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് കയറി വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗത്തിനെയാണ് അദ്ദേഹം സബ് കോൺഷ്യസ് എന്ന് വിളിച്ചത്. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് അസസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സ്ഥലമാണ്. ഇനി അതിൻ്റെ താഴെയുള്ള സ്ഥലമാണ് എന്ത്, അൺകോൺഷ്യസ് എന്ന് പറയുന്നത്. അപ്പോൾ അൺകോൺഷ്യസ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റീകോൾ ചെയ്തെടുക്കാനൊന്നും ഇല്ല. ഒരുപക്ഷെ നമ്മൾ മറന്നു എന്ന് നമ്മൾ ഓർക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എത്ര ചിന്തിച്ചിട്ടും തിരിച്ച് കിട്ടാത്ത ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ചില കാര്യങ്ങൾ, അതെല്ലാം നമ്മുടെ ഈ ഒരു അൺകോൺഷ്യസ് മൈൻഡിലാണ് കിടക്കുക. പക്ഷേ നമുക്കത് റീകോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്നത് പോയിട്ടില്ല, നമ്മുടെ ഈ ഒരു അൺകോൺഷ്യസ് ലെവലിൽ കിടപ്പുണ്ട്. നമ്മളുടെ ഫോബിഡൻ, നമ്മൾ മറന്ന അല്ലെങ്കിൽ നമുക്ക് നടക്കാതെ പോയ പല ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ, സ്വപ്നങ്ങൾ, ഇതെല്ലാം ആ ഒരു സ്ഥലത്ത് കിടപ്പുണ്ട് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ ഈ ടോപ്പോളജി പ്രകാരം അദ്ദേഹം ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്, കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് എന്ന്. അതുപോലെ തന്നെ മൈൻഡിനെ വീണ്ടും അദ്ദേഹം ഒരു ക്ലാസിഫിക്കേഷൻ കൂടി ചെയ്തായിരുന്നു. അത് ഡൈനാമിക് ആസ്പെക്റ്റിലാണ്. അതായത് നമ്മുടെ മനസ്സിന് 3 തലങ്ങളുണ്ട്. ആദ്യത്തെ തലമാണ് ഇഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഡ് എന്ന് പറയുന്നത് ഒരു അനിമൽ ലൈക്ക് ഡിസയേഴ്സ് ഉള്ള, അതായത് ഒരു എത്തിക്സും അല്ലെങ്കിൽ ഒരു സോഷ്യൽ കണ്ടക്റ്റും ഇല്ലാത്ത ആനിമൽസിനെ പോലെ ആഗ്രഹങ്ങളുടെ പുറത്ത് ജീവിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഇഡ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് എപ്പോൾ എന്ത് തോന്നുന്നോ അത് ചെയ്യാനുള്ള ഒരു പെർമിഷൻ കിട്ടുന്ന ഒരു സ്ഥലം, അതാണ് ഇഡ്. അതായത് അനിമൽസ് ലൈക്ക് ഡിസയേഴ്സ് ആണ് ആ ഒരു സ്ഥലത്തുള്ളത്. അവിടെ ഒരു എത്തിക്സോ സോഷ്യൽ കണ്ടക്റ്റോ ഒന്നുമില്ല. അത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഇഡ് എന്ന് പറയുന്നത്. അതുപോലെ അത് അൺകോൺഷ്യസിൽ വരുന്ന ഭാഗമാണ്, നമുക്ക് ഓർമ്മയിലുള്ള ഒരു ഭാഗമല്ല, അൺകോൺഷ്യസിൽ വരുന്ന ഒരു ഭാഗമാണ്. അതിനകത്തോട്ട് നമുക്കൊരു ഡയറക്റ്റ് ആക്സസ് ഇല്ല സത്യം പറഞ്ഞാൽ. അതുപോലെ
അതെന്ന് പറയുന്നത് ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അത് നമ്മൾ ചിന്തിക്കില്ല, അതിൻ്റെ മുന്നോട്ടും പിന്നോട്ടും ഒന്നും നമ്മൾ ചിന്തിക്കില്ല. ചില സാഹചര്യങ്ങളിൽ മനുഷ്യൻ മൃഗങ്ങളെ പോലെ പെരുമാറും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. ആ ടൈമിൽ ഈ ഇഡ് മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവുക. അതായത് നമ്മൾ ബ്ലൈൻഡ് ആയിരിക്കും ആ ഒരു സമയത്ത്. അതാണ് ഇഡ്. രണ്ടാമത്തതാണ് ഈഗോ. ഈഗോ എന്ന് പറയുന്നത് റിയാലിറ്റിയിലാണ്. നമുക്ക് പലതും ആഗ്രഹം ഉണ്ടാവും ആനിമൽ ലൈക്ക് ഡിസൈഴ്സിനെ പോലെ. ഫോർ എക്സാമ്പിൾ, മറ്റൊരാളുടെ ഭാര്യയെ സ്വന്തമാക്കണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഇഡാണ് മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ വി വിൽ ഗോ ഫോർ ദാറ്റ്. അല്ലെങ്കിൽ ഈ ഈഗോ എന്ന് പറയുന്നത് ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ എന്താ ചെയ്യുക, റിയാലിറ്റിയിൽ അത് ശരിയല്ല എന്ന് മനസ്സിലാക്കി അതായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ ഒന്ന് നോക്കുമെങ്കിലും അതൊക്കെ ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന രീതിയാണ് ഈ ഈഗോ എന്ന് പറയുന്നത്. അത് റിയാലിറ്റിയാണ്. അത് ഒരാൾ തെമ്മാടിയാണ് ഇട്ടെങ്കിൽ ഈഗോ എന്ന് പറയുന്നത് തെമ്മാടിയല്ല എന്നാൽ പുണ്യാളനും അല്ല, ഒരു മിഡിൽ സ്റ്റാൻഡേർഡായിട്ട് നിൽക്കുന്ന ഒരു പോർഷനാണ് ഈഗോ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഔട്ടർ വേൾഡിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ്. അതായത് ഇപ്പോൾ വെസ്റ്റേൺ നാടുകളിലുള്ള ഒരു സിസ്റ്റം അല്ല ഇന്ത്യയിലുള്ളത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആളുകളുടെ ഈഗോ ആ ഒരു കൺസെപ്റ്റ് അല്ല നമ്മളുടെ നാട്ടിലുണ്ടാവുക. അപ്പോൾ നമ്മുടെ ഔട്ടർ വേൾഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ് ഈ ഈഗോ എന്ന് പറയുന്ന കാര്യം. അതുപോലെ അത് ബേസ്ഡ് ഓൺ റിയാലിറ്റിയാണ്. ഇനി ഒരാൾ കൂടിയുണ്ട്, അതാണ് ശരിക്കും നമ്മളുടെ പുണ്യാളൻ എന്ന് നമുക്ക് വിളിക്കാൻ കളിയാക്കിയിട്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് സൂപ്പർ ഈഗോ. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്. ഈഗോ തന്നെ ഒരു അത്യാവശ്യം നീറ്റ് ക്യാരക്ടറാണെങ്കിൽ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ ഒരു പുണ്യാളനാണ് ശരിക്കും. അദ്ദേഹമാണ് ശരിക്കും ട്രൂത്ത് അല്ലെങ്കിൽ സിൻസിയറിറ്റി അങ്ങനെ എല്ലാ നല്ല 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 സൂപ്പർ ഗുണങ്ങളുടെയും ഭാഗം വരുന്നത് ആ ഒരു സ്ഥലത്താണ്. ഇപ്പോൾ എനിക്ക് ഒരു അന്യൻ്റെ ഭാര്യ ഞാൻ ആഗ്രഹിക്കുവാണെങ്കിൽ സൂപ്പർ ഈഗോ പറയില്ല, ഇല്ല അത് പറ്റില്ല, അത് ശരിയാവില്ല എന്ന് സൂപ്പർ ഈഗോ പറയും. അപ്പോൾ ഓൾറെഡി എപ്പോഴും ഇഡും സൂപ്പർ ഈഗോയും തമ്മിൽ ക്ലാഷ് ആയിരിക്കും. അപ്പോൾ ഈഗോ ആണ് അത്. റിയാലിറ്റിയിൽ ഈഗോ നമ്മൾ എന്താണോ പ്രവർത്തിക്കുന്നത് അത് ഈഗോയിലൂടെയാണ് നമ്മൾ പ്രവർത്തിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഫ്രോയിഡിൻ്റെ തിയറി കഴിഞ്ഞിട്ടില്ല. ഫ്രോയിഡ് മറ്റൊരു കാര്യം കൂടി, ഡ്രീം ഇൻ്റർപ്രിട്ടേഷനും കൂടി പറയുന്നുണ്ട്. അതായത് നമ്മളുടെ പണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് നടക്കാതെ പോയ നമ്മൾ സബ് കോൺഷ്യസ് ഓർ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ തള്ളിയിട്ട നടക്കാതെ പോയ പല ആഗ്രഹങ്ങളും പല വിഷസും പല നമ്മളുടേതായ സ്വപ്നങ്ങളും ഒക്കെയാണ് നമ്മൾ സ്വപ്നങ്ങളിലൂടെ അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളിൽ വരുന്നത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ ഡ്രീം ഇൻ്റർപ്രിട്ടേഷൻ കൂടി ഫ്രോയിഡിൻ്റെ തിയറിയിൽ വരുന്നുണ്ട്. ഇനി അദ്ദേഹം വേറൊരു വലിയ അല്ലെങ്കിൽ നല്ലൊരു കാര്യം കൂടി ചെയ്തു. ആദ്യമായിട്ട് ഈ പേഴ്സണാലിറ്റിയെ പറ്റി ഒരു തിയറിയൊക്കെ ഉണ്ടാക്കിയത് ഇദ്ദേഹമാണ്. ഇദ്ദേഹം ഓരോ സ്റ്റേജസ് ആയിട്ട് നമ്മളുടെ ഓരോ പ്രായത്തിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് സൈക്കോ സെക്ഷുവൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള പേരിലാണ്. അപ്പോൾ സെക്ഷുവൽ എന്ന് കണ്ടാൽ തന്നെ അത് ഫ്രോയിഡാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ സെക്ഷുവാലിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് ഫ്രോയിഡിൻ്റെ തിയറി ഫുൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റൽ ഒരു ഏജ് വൈസ് കൊടുത്തിട്ടുണ്ട്. അതിന് ഓരോ പേരുകളുമുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തതാണ് ഓറൽ സ്റ്റേജ് എന്നുള്ളത്. ഓറൽ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 years മുതൽ 2 years, അതായത് ജനനം മുതൽ 2 years വരെയുള്ള സമയമാണ് ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കുട്ടിയെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, അവൻ്റെ മൗത്താണ് അവൻ്റെ സെക്സ് ഓർഗനായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു ബേബിയുടെ സെക്ഷുവൽ ഗ്രാറ്റിഫിക്കേഷൻ നടക്കുന്നത് ഈ ഒരു മൗത്തിലൂടെയാണ്. സക്കിങ്, തംസ് ഓർ ബ്രസ്റ്റ് അങ്ങനെ എന്താണെങ്കിലും മൗത്തിലൂടെയാണ് ആ കുട്ടി അത് എൻജോയ് ചെയ്യുന്നത്. ഇനി സഫിഷ്യൻറ്റ് സ്റ്റിമുലേഷൻ ഈ ഒരു ടൈമിൽ അത്യാവശ്യമാണ്. അതായത് ഓരോ കുട്ടികളും അല്ലെങ്കിൽ ജനിക്കുന്ന ഓരോ മനുഷ്യരും ഓരോ സ്റ്റേജസും പൂർത്തിയാക്കി, അതായത് ആ സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ പൂർത്തിയാക്കി പോയില്ലെങ്കിലാണ് ഇന്ന് നമ്മളുടെ നാട്ടിൽ കാണുന്ന പോലെ പല അരാജകത്വങ്ങളും വരുന്നത് എന്നാണ് ഈ ഫ്രോയിഡിൻ്റെ അനുമാനം. അതായത് നമ്മൾ സെക്സ് ഓർഗൻസിനെ കൊണ്ട് നമ്മൾ സെക്സ് ആസ്വദിക്കുന്ന ആ ഒരു പ്രായം എത്തുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ മൗത്ത് കൊണ്ടും നമ്മളുടെ സെക്സ് നമ്മുടെ ഇങ്ങനെ സകലുള്ള ഭാഗങ്ങൾ കൊണ്ടും നമ്മളുടെ
സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ നേടുന്ന ഓരോ പ്രായങ്ങളുണ്ട്. ആ പ്രായങ്ങളിൽ അത് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ അവർ പിന്നീട് വയലൻ്റായിട്ട് റിയാക്ട് ചെയ്യുന്നവരായി, ഇങ്ങനെയുള്ള കേസസിൽ സെക്ഷൽ കേസസുകളിൽ വയലൻ്റായിട്ട് റിയാക്ട് ചെയ്യുന്നവരായി മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓറൽ സ്റ്റേജിലുള്ള കുട്ടികൾക്ക് മാക്സിമം മൗത്ത് സ്റ്റിമുലേഷൻ കൊടുക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതായത് അവർ കൈ ചപ്പുമ്പോഴേക്കും അത് മാറ്റാൻ നിൽക്കണ്ട, അവർ ചപ്പട്ടെ, അവർ ചപ്പി അത് എൻജോയ് ചെയ്യട്ടെ. അതുപോലെ അവർക്ക് ബ്രസ്റ്റ് ഫീഡ് തന്നെ കൊടുക്കണം. അതൊക്കെ പറയുന്നത് അവരുടെ മൗത്ത് സ്റ്റിമുലേഷൻ കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, മുലപ്പാൽ മാക്സിമം നൽകണമെന്ന് ഇപ്പോൾ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അത് വളരെ സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട്, അത് കുട്ടിയുടെ ഹെൽത്ത് വൈസ്. പക്ഷേ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റും അത് അതിലധികം സ്ട്രെസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ മുലപ്പാൽ കുടിക്കുന്ന കുട്ടികളിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ പെട്ടെന്ന് അവർക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് എബിലിറ്റി കൂടുതലുണ്ടാവും. അതുപോലെ അവർക്കൊരു അഡാപ്റ്റേഷൻ കൂടുതലുണ്ടാവും. അവർ ഭയങ്കര പ്ലെസൻ്റ് ആയിരിക്കും. അതുപോലെ ഭയങ്കര ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കും, മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യുന്നവരായിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് ക്വാളിറ്റീസ് അവർക്കുണ്ടാവും. ഇനി അതെല്ലാം അവർക്ക് ഒരു ബ്രസ്റ്റ് ഫീഡ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ പറയുക, ഒരു പെസിമിസ്റ്റ് ഒരു ചിന്താഗതിയായിരിക്കും അവർ വളർന്നു വരുമ്പോൾ അവരിൽ ഉണ്ടാവുക. അല്ലെങ്കിൽ അവർ വളരെ ഇംപേഷ്യൻ്റ് ആയിരിക്കും. അവർക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നൊരു കാര്യം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളവരായിരിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ അനുമാനം. ഇനി അപ്പോൾ നമ്മൾ ഓറൽ സ്റ്റേജ് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റേജാണ് ഏനൽ സ്റ്റേജ്. ഈ ഏനൽ സ്റ്റേജ് എന്ന് പറയുന്നത് 2 to 3 years വരെയുള്ള പ്രായമാണ് ഏനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് അവരുടെ സെക്സ് നടക്കുന്നത് അത് ഏനൽ റീജിയനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, കുട്ടികൾ സ്വയം ആ ഒരു ഭാഗത്തൊക്കെ ടച്ച് ചെയ്ത് എൻജോയ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവരത് വെച്ച് പ്ലേ ചെയ്യും. യൂറിനേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതിൽ യൂറിൻ പാസ് ചെയ്തിട്ട് അതിലിട്ട് കളിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടോയ്ലറ്ററീസിൽ ഇട്ട് കളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവരതൊക്കെ എൻജോയ് ചെയ്യുവാണ്. അതൊക്കെ അവരുടെ ഒരു സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ്റെ ഭാഗമാണ്. അതുപോലെ അത് നോർമലായിട്ട് ആ ഒരു സ്റ്റേജ് കടന്നു പോകുന്ന കുട്ടികളിൽ അവർ റിലയബിലിറ്റി, ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള ഒരു വൃത്തി എന്ന് പറയുന്ന സ്വഭാവം, പെർഫെക്റ്റ് ഇൻ അവരുടെ ഡ്യൂട്ടീസ്, അതെല്ലാം ഇങ്ങനെ ഇത് നല്ല രീതിയിൽ കടന്നു പോകുന്ന കുട്ടികളിൽ ഈ ഒരു സ്വഭാവ ഗുണങ്ങളൊക്കെ രൂപപ്പെടും. അതല്ല ഇല്ലെങ്കിൽ അവർ സാഡിസ്റ്റുകളാവാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി മൂന്നാമത്തതാണ് ഫാലിക് സ്റ്റേജ്. ഫാലിക് സ്റ്റേജ് എന്ന് പറയുന്നത് 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഈ ഒരു സ്റ്റേജ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ അവരുടെ സെക്സ് ഏരിയ എന്ന് പറയുന്നത് ജെനിറ്റൽ ഏരിയ ആണ്. അപ്പോൾ അവർക്ക് ആ ഒരു ടൈം ആകുമ്പോഴേക്കും ദേനോ സെക്ഷുവാലിറ്റി, അത് ഞാനാണാണ്, ഞാൻ പെണ്ണാണ് എന്നുള്ള ആ ഒരു സെക്ഷുവാലിറ്റി തിരിച്ചറിയാനായിട്ട് അവർ പ്രാപ്തരാകും. അപ്പോൾ ഈ ഒരു സമയത്താണ് അവർക്ക് സെക്ഷുവൽ ഫീലിംഗ് അത് മറ്റു കുട്ടികളോടോ സെയിം തരക്കാരോടോ അല്ല, നമ്മുടെ വീട്ടിലെ പാരൻസിനോട്. നമ്മൾ കഴിഞ്ഞ ഒരു ടോപ്പിക്കിൽ എവിടെയോ ഈഡിപ്പസ് കോംപ്ലക്സ് ആൻഡ് ഇലക്ട്ര കോംപ്ലക്സ് ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ഞാൻ പെൺകുട്ടിയാണെങ്കിൽ എനിക്ക് അച്ഛനോട് ഇഷ്ടം കൂടുതലായിരിക്കും, അതല്ല ഞാൻ ആൺകുട്ടിയാണെങ്കിൽ എനിക്ക് അമ്മയോട് ഇഷ്ടം കൂടുതലായിരിക്കും, അച്ഛനോട് അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഈ ഒരു സ്റ്റേജ് ഫാലിക് സ്റ്റേജിൽ ഫ്രോയിഡ് കൊണ്ടുവന്നത്. അദ്ദേഹം അതിന് ഒരു പേരും ഇട്ടു, ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ മെയിൽ ചൈൽഡിന് അമ്മയോട് തോന്നുന്ന, ആൺകുട്ടിക്ക് അമ്മയോട് തോന്നുന്ന ഒരു പ്രത്യേക ഇഷ്ടമാണ് ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ ആ കുട്ടിക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല. ഈ ഈഡിപ്പസ് എന്ന് പറയുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ കൊന്നിട്ട് അമ്മയെ സ്വന്തമാക്കിയ ആളാണ്. അപ്പോൾ ആ ഒരു ചരിത്രമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ഇതിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സമ്മതിക്കാൻ വളരെ ബുദ്ധിമുട്ട് തോന്നുന്നവരും തോന്നാത്തവരും ഉണ്ടാകും. അതുപോലെ തന്നെ പെൺകുട്ടിക്ക് അമ്മേനോട് ഇച്ചിരി ഇഷ്ടക്കേടും അച്ഛനോട് സ്നേഹക്കൂടുതലും തോന്നുന്നതാണ് ഇലക്ട്ര കോംപ്ലക്സ്. അപ്പോൾ ഇലക്ട്ര എന്ന് പറയുന്ന പുരാണത്തിലെ അല്ലെങ്കിൽ ചരിത്രത്തിലെ പെൺകുട്ടി അമ്മയെ കൊന്നിട്ട്
അച്ഛനെ സ്വന്തമാക്കിയ ആളാണ്. അപ്പോൾ ഈ ഒരു ഇലക്ട്ര കോംപ്ലക്സ് ആൻഡ് ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഫാലിക് സ്റ്റേജിലെ കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്നാണ് ഫ്രോയിഡിൻ്റെ അഭിപ്രായം. നെക്സ്റ്റ് ആണ് ലേറ്റൻസി പീരീഡ്. ലേറ്റൻസി പീരീഡ് എന്ന് പറയുന്നത് 6 to 12 വരെയുള്ള പ്രായത്തിലാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ പെട്ടെന്ന് അവരിൽ നിന്ന് ഈ സെക്ഷുവൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ലേറ്റൻ്റ് ആയി പോകും, അതല്ലെങ്കിൽ മറഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു സമയമാണ് അവർക്ക് സ്കൂളിങ്ങിന് പറ്റിയ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ടൈമിൽ അങ്ങനത്തെ ഒരു ചിന്ത അവർക്കില്ല. അപ്പോൾ അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് ടൈം ആണെന്നാണ് അദ്ദേഹത്തിന് അഭിപ്രായം. അപ്പോൾ ഈ ഒരു ടൈമിൽ ടെമ്പററി റിപ്രഷൻ ഓഫ് സെക്സ് സംഭവിക്കും. ടെമ്പററി ആണ്. ഈ 12 വയസ്സിന് ശേഷം അത് വീണ്ടും തിരിച്ചു വരുന്നതാണ്. അപ്പോൾ പ്ലഷർ ഫ്രം എക്സ്റ്റേണൽ വേൾഡ്, അപ്പോൾ നമ്മൾ പുറം ലോകത്തോട്ട് ഇറങ്ങുകയും അതിന് ചുറ്റുമുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ തലപോയിക്കുകയും അതൊക്കെ ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രായമാണ് ഈ 6 to 12 എന്ന് പറയുന്ന ചൈൽഡ്ഹുഡ് പ്രായം. ഇനി നെക്സ്റ്റ് സ്റ്റേജാണ് ജെനിറ്റൽ സ്റ്റേജ്. 13+, 13 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ ആ ഒരു പ്രായത്തിന് മുകളിൽ പോകുമ്പോൾ നമ്മളിത് ജെനിറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെച്യൂർ സെക്ഷുവൽ റിലേഷൻസ് വിത്ത് ഓപ്പോസിറ്റ് സെക്സ് ആഗ്രഹിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന പ്രായമാണ്. അപ്പോൾ ഒറിജിനൽ സെക്ഷുവൽ ലൈഫിലേക്ക് കടന്നു വരുന്ന പ്രായമാണ് ഈ ഒരു ജെനിറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത് 13+. അതുപോലെ അവരുടെ സ്വന്തം ബോഡിയെ ആസ്വദിക്കാൻ, അതിൽ ഓൾറെഡി അവരുടെ ശരീരത്ത് അവരുടെ സെക്സ് ഓർഗൻസ് ഒക്കെ വളർന്നു തുടങ്ങും. അവരതിനെ മാസ്റ്റർബേഷൻ, നാസിസം, അങ്ങനെ അവരുടെ ബോഡി അവർ തന്നെ കണ്ടാസ്വദിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ആസ്വദിച്ച് തുടങ്ങുന്ന പ്രായമാണ് ഈ ഒരു ജെനിറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്രോയിഡിൻ്റെ തിയറി ആക്ച്വലി മെയിൻ കണ്ടൻസ് എന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ ഒരു പോയിന്റ്സ് ആയിട്ട് എടുത്ത് പറയാനായിട്ടുള്ളത് ഇതൊക്കെയാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ് ടോപ്പിക്കും കൂടി പറയുന്നുണ്ട് ഫ്രോയിഡ്. അത് ഡിഫെൻസ് മെക്കാനിസം ആണ്. അപ്പോൾ ഡിഫെൻസ് മെക്കാനിസം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമായിരിക്കും. ഇനി അതാണ് ഡിഫെൻസ് മെക്കാനിസം എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിലും നമ്മുടെ ലൈഫിൽ നമ്മൾ ടെക്നിക്കലി അറിഞ്ഞിട്ടല്ല, അല്ലാതെ നമ്മൾ പയറ്റുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ. അതായത് നമ്മുടെ മനസ്സിന് എന്തെങ്കിലും വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് മാറി ടാക്കിൾ ചെയ്ത് അത് മാറ്റിയിട്ട്, അല്ലെങ്കിൽ അതിനെ നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കി നമ്മളതിൽ നിന്ന് റിഫ്രഷായി വരുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. അതിനെയാണ് ഈ ഡിഫെൻസ് മെക്കാനിസം എന്നുള്ളത്. അതായത് നമ്മുടെ വിഷമങ്ങളെയും നമ്മൾ ശല്യം ചെയ്യുന്ന ഓർമ്മകളെയൊക്കെ നമ്മൾ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും അതിജീവിച്ച് വരുന്ന ചില കാര്യങ്ങൾ, അതിന് ചില മെത്തേഡ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അറിഞ്ഞും അറിയാതെ. അപ്പോൾ ആ ഒരു കാര്യങ്ങളും കൂടി ഈ ഫ്രോയിഡ് നോട്ട് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, ഒരു ടോപ്പിക്കാണ്. അത് നിങ്ങൾ എന്തായാലും പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഈ ഡിഫെൻസ് മെക്കാനിസം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ സ്ട്രെസ്സ് ഒഴിവാക്കാൻ, എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. അപ്പോൾ ദൈവമായിട്ട് തന്ന ഒരു വരദാനമാണ് ഈ ഡിഫെൻസ് മെക്കാനിസം. അതില്ലായിരുന്നെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കി, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പിന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരില്ലായിരുന്നു. അപ്പോൾ സ്ട്രാറ്റജി ഓഫ് മൈൻഡ് ടു ടാക്കിൾ ഫ്രസ്ട്രേറ്റിംഗ് സിറ്റുവേഷൻസ്. നമ്മുടെ ജീവിതത്തിൽ പല ഫ്രസ്ട്രേറ്റിംഗ് സിറ്റുവേഷൻസ് ഉണ്ടാവും. അതിനൊക്കെ ടാക്കിൾ ചെയ്യാനായിട്ടുള്ള മൈൻഡിൻ്റെ ഒരു ചെറിയ പൊടിക്കൈയാണ് ഈ ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അത് നമ്മളുടെ മനസ്സിനെ, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒരു സൈക്കോളജിക്കൽ ഡിസ്ട്രെസ്സിൽ നിന്നോ ഒരു ഡേഞ്ചറിൽ നിന്നോ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മനസ്സ് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് മെത്തേഡ്സാണ് ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫെൻസ് മെക്കാനിസത്തിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ ഭയങ്കര കുറച്ച് കൂടിയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്തായിരിക്കും ഈ ഡിഫെൻസ് മെക്കാനിസം എന്നറിയാം. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ പല ഡിഫെൻസ് മെക്കാനിസങ്ങളും ഉണ്ട്. കോൺഷ്യസ് മൈൻഡിലുള്ളത് അത് ഒന്നാണ് റിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചില നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കാറുണ്ട്. ഇൻഡിവിജ്വൽ ഫോർഗറ്റ്സ് ദ പെയിൻഫുൾ എക്സ്പീരിയൻസ്
ബൈ പുഷിങ് ഡൗൺ ഇൻ ടു ദി അൺകോൺഷ്യസ് മൈൻഡ്. അപ്പോൾ നമുക്ക് ഓർക്കാൻ ഇഷ്ടമല്ലാത്ത ആ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ അതിനെയൊക്കെ ഒരു വേസ്റ്റ് ബിന്നിൽ ഇടുന്ന പോലെ തട്ടി അല്ലെങ്കിൽ മറക്കാൻ മനഃപൂർവ്വം ശ്രമിക്കാറില്ലേ, അതിനെയാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. റിപ്രഷൻ. ഓക്കെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു പെയിൻഫുൾ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ എസ്കേപ്പ് ചെയ്യുന്ന, ജസ്റ്റ് അത് തീർപ്പ് കൽപ്പിക്കുകയല്ല, അതിൽ നിന്ന് നമ്മൾ എസ്കേപ്പ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് ഈ ഒരു റിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോൺഷ്യസ്ലി ഫോഴ്സ് ദ അൺഅക്സെപ്റ്റബിൾ ഐഡിയ ഔട്ട് ഓഫ് ഹിസ് മൈൻഡ്. നമ്മുടെ മനസ്സിൽ നിന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ മനഃപൂർവ്വം തള്ളിമാറ്റുക, അതാണ് റിപ്രഷൻ. അതാണ് ഒന്നാമത്തെ ഒരു ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ഡിസ്ക്രിമിനേറ്ററി ഡിസിഷൻ. അതായത് നമ്മൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഒരാൾ പറഞ്ഞാൽ നമ്മൾ തിരിച്ച് മറുത്ത് പറയാറുണ്ട് അല്ലേ, തിരിച്ച് എന്താ പറയുക, നമ്മളതിനെ എതിർത്ത് പറയാറുണ്ട്. അങ്ങനെ നമ്മൾ മനഃപൂർവ്വം പറയുന്നതാണത്. നമ്മൾ പിടിച്ച ആ ഒരു വാദത്തിന് മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കാറുണ്ട്. അതെല്ലാം ഈ ഡിസ്ക്രിമിനേറ്ററി ഡിസിഷനിൽ വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ട് നടക്കാതെ പോയ പല കാര്യങ്ങളെയും നമ്മളതിൻ്റെ അല്ലെങ്കിൽ നമുക്ക് തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ അന്വേഷിക്കാറുണ്ട്. എന്നിട്ട് നമ്മൾ അത് വെച്ചിട്ട് നമ്മളതിനെ വിലയിരുത്താറും അതിനെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ഡിസ്ക്രിമിനേറ്ററി ഡിസിഷൻ്റെ കീഴിൽ വരുന്നത്. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ കോൺഷ്യസ്ലി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി അൺകോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഇതുപോലെ പല കാര്യങ്ങളും, അതായത് നമ്മളുടെ പോലും അറിവില്ലാതെ ചെയ്തു പോകുന്ന പല കാര്യങ്ങളും ഉണ്ട്. അതിലൊന്നാണ് കൺവേർഷൻ. കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ടു ദാറ്റ് ബോഡി ഡിസീസ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ വന്നാൽ തലവേദന വരുന്നവരുണ്ട്, ഛർദിൽ വരുന്നവരുണ്ട്, തലകറങ്ങി വീഴുന്നവരുണ്ട്. അപ്പോൾ നമ്മളുടെ മനസ്സിൽ വരുന്ന ടെൻഷനോ സ്ട്രെസ്സും ഒരു ബോഡി ഡിസീസായിട്ട് മാറുന്ന സിറ്റുവേഷനാണ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തതാണ് റിഗ്രഷൻ. നേരത്തെ നമ്മൾ റിപ്രഷനാണ് പഠിച്ചത്, ഇത് റിഗ്രഷൻ. റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോയിങ് ബാക്ക്. ഇപ്പോൾ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വരുന്ന ഒരു ഡിസാസ്റ്ററാണത്, അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ ഞാനിങ്ങനെ വിഷമം വരുമ്പോഴും സങ്കടം വരുമ്പോഴും എന്താ ചെയ്തുകൊണ്ടിരുന്നത്, പൊട്ടി കരയുകയോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും വലുതായി, അല്ലെങ്കിൽ എനിക്കൊരു ജോലിയുണ്ട്, എനിക്കൊരു കുട്ടിയുണ്ട്, എനിക്കൊരു ഫാമിലി ഉണ്ട്, അതൊന്നും നമ്മൾ മൈൻഡേ ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും, വി ആർ ഗോയിങ് ബാക്ക് ടു അവർ ചൈൽഡ്ഹുഡ്. അപ്പോൾ നമ്മൾ പൊട്ടി കരയും നമ്മൾ. അപ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടാറില്ല. പല കാര്യങ്ങളിലും അങ്ങനെയാണ്. അപ്പോൾ അത് ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി മൂന്നാമത്തേതാണ് സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സൊസൈറ്റി അനുവദിക്കാത്ത പല കാര്യങ്ങളും വേറൊരു മാർഗത്തിൽ കൂടെ നമ്മളതിന് ആ ഒരു വഴി കണ്ടെത്തുന്നു. ഫോർ എക്സാമ്പിൾ, കുട്ടികളില്ലാത്തൊരു കപ്പിൾസ് അവരൊരു അനാഥാലയത്തിൽ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കുട്ടികളുടെ വാർഡിൽ നേഴ്സായിട്ട് പോവുക. അപ്പോൾ അവർക്ക് ആ ഒരു കുട്ടികളെ കാണുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കാറുണ്ട്. അപ്പോൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത് റീഡയറക്റ്റിംഗ് ദി സോഷ്യലി അൺഅക്സെപ്റ്റഡ് ഡിസയേഴ്സ് അലോങ് ദ ഡിസയേർഡ് ചാനൽ. അതായത് മറ്റുള്ളവർ സൊസൈറ്റി അംഗീകരിക്കുന്ന ഒരു ചാനലിൽ കൂടെ നമ്മളുടെ ആഗ്രഹങ്ങളെ റീഡയറക്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കുട്ടികളെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു അൺമാരീഡ് ആയിട്ടുള്ള ഒരു വുമൺ കുട്ടികളുടെ ബോർഡിൽ നേഴ്സായിട്ട് പോകുന്നതിലൂടെ ആള് അൺമാരീഡ് ആയിക്കൊണ്ടൊരു കുട്ടിയെ വളർത്തുക എന്നുള്ളത് സൊസൈറ്റി അത്രയും അക്സെപ്റ്റ് ചെയ്യില്ല അല്ലേ. അപ്പം അതാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോമ്പൻസേഷൻ. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മളിൽ പലരും അങ്ങനെ ആയിരിക്കും. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മൾ നല്ലതല്ല, നമ്മൾ കുറച്ച് വീക്കാണെന്ന് തോന്നിയാൽ മറ്റൊരു മേഖലയിൽ നമ്മൾ എക്സലൻ്റ് ആവാൻ ശ്രമിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എന്നെ കാണാൻ അത്ര രസമല്ല എന്ന് എനിക്ക് തോന്നുവാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ നാളെ മുതൽ നന്നായിട്ട് പഠിക്കുന്നത്, നന്നായിട്ട് ക്ലാസ് എടുക്കുന്നു. അപ്പോൾ എൻ്റെ ആ ഒരു വശത്തെ വീക്ക്
വീക്ക്നെസ് ഞാൻ മറ്റൊരു സ്ഥലത്ത് സ്ട്രെങ്ത് ആയിട്ട് എക്സിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും പഠിക്കില്ലാത്ത കുട്ടികൾ ഭയങ്കര സിംഗിങ് കപ്പാസിറ്റീസ് ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ അവർ സ്പോർട്സിൽ ആർട്സിലൊക്കെ ഭയങ്കര കഴിവ് തെളിയിക്കാറുണ്ട്. ആൻഡ് നെക്സ്റ്റ് ആണ് റാഷണലൈസേഷൻ. റാഷണലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം തെറ്റുകൾ മറ്റുള്ളവരുടെ തലയിലേക്ക് കെട്ടിവെക്കാം. എന്താ മാർക്ക് പറഞ്ഞാൽ, എന്താ നിങ്ങൾക്ക് ചൈൽഡ് സൈക്കോളജിയിൽ മാർക്ക് പറഞ്ഞേ എന്ന് ചോദിച്ചാൽ അതിന് ആ ടീച്ചർ മര്യാദയ്ക്ക് പഠിപ്പിച്ചിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. എക്സ്പ്ലനേഷൻസ്, ഈ ഒരു എക്സ്പ്ലനേഷൻസിനൊക്കെയാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ട്രാൻസ്ഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീലിംഗ് ഷിഫ്റ്റിനെയാണ്, അതായത് ഷിഫ്റ്റിംഗ് ഓഫ് ഫീലിംഗ് ഓഫ് ലവ്. അപ്പോൾ ഒരു ഷിഫ്റ്റിനെയാണ് ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ നമ്മളുടെ ഇന്ത്യൻ ടീം ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങില്ലേ, അപ്പം നമുക്ക് എന്തൊരു ഫീലാണ് ഈ ഇന്ത്യൻസ് നമ്മുടെ ടീം എന്നുള്ളൊരു ഫീലുണ്ട്. പക്ഷെ നമ്മൾ ആരെങ്കിലും കഷ്ടപ്പെട്ട് ആ ഒരു സെലക്ഷന് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനു വേണ്ടി ട്രെയിൻ ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. പകരം നമ്മൾക്ക് വേണ്ടി കളിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്തിന് പ്രതിദാനം ചെയ്യുന്നവർ കളിക്കുമ്പോൾ അവരിൽ നമ്മളെ കണ്ടിട്ട് നമ്മളത് എക്സ്പ്രസ് ചെയ്യുവാണ്. ഫോർ എക്സാമ്പിൾ ഒരു യൂത്ത് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഒരു കലാമേളൊക്കെ വന്നു കഴിഞ്ഞാൽ ഹൗസ് വൈസ് നമ്മൾ കോമ്പറ്റീഷൻസൊക്കെ നടത്താറില്ലേ. നമ്മൾ ഒരു കോമ്പറ്റീഷന് പങ്കെടുത്തില്ലെങ്കിലും നമ്മൾ പ്രതിദാനം ചെയ്യുന്ന ആ ഒരു ഹൗസിൻ്റെ ഒരു കലാപരിപാടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റാണ് നമുക്ക് നമ്മുടെ എന്നുള്ളൊരു ഫീലിംഗ്. അതിനെയാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻട്രോജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ടേക്ക് അട്രിബ്യൂട്ട്സ് ഓഫ് അതർ പീപ്പിൾ ഹൂ സീംസ് ടു ബി ബെറ്റർ ദാൻ അസ്. നമുക്ക് ചില റോൾ മോഡൽസ് അല്ലെങ്കിൽ നമ്മളിൽ നല്ലതാണ് എന്ന് നമ്മൾക്ക് തോന്നുന്ന ആളുകളുടെ ചില കാര്യങ്ങൾ നമ്മൾ എടുക്കാറുണ്ട്. അതിനെയാണ് ഇൻട്രോജങ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രൊജക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ individual perceives in others the undesirable traits which himself possesses. അപ്പോൾ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരിലുള്ള അൺഡിസൈറബിൾ ആയിട്ടുള്ള ട്രേറ്റ്സിനെ നമ്മൾ പെർസീവ് ചെയ്യുന്നതിനെയാണ് ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ ഓഫ് വൺ ഒബ്ജക്റ്റ് ടു അനദർ, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫ്രോയിഡിൻ്റെ തിയറിയുടെ ഒരു ചുരുക്ക സമ്മറി. അപ്പം ഉള്ളതിൽ ഏറ്റവും വലിയൊരു തിയറി ആയിരുന്നു ഫ്രോയിഡിൻ്റെ തിയറി. അപ്പോൾ ഈ ഒരു തിയറിയിൽ പറയുന്നത് നമ്മളിപ്പോൾ ഒന്ന് കവർ ചെയ്ത് പോന്നിരുന്നു. സെക്സാണ് എല്ലാം എന്നും അല്ലെങ്കിൽ പ്ലഷർ സീക്കിംഗ് ആണ് മനുഷ്യൻ്റെ ജീവിതം എന്നൊക്കെയാണ് ഫ്രോയിഡ് പറഞ്ഞത്. അപ്പോൾ ഇതിന് ചില ക്രിറ്റിസിസംസും കൂടി പറയാനുണ്ട്. അതായത് ക്രിറ്റിസിസത്തിന് മുന്നേ ചില അപ്രിസിയേഷൻസ് പറയാനുണ്ട്. കാരണം ആരും ഈ ഒരു ഭാഗത്തെപ്പറ്റി പഠിക്കാൻ തയ്യാറാവാതിരുന്ന കാലത്താണ് ഫ്രോയിഡ് ഇങ്ങനൊരു പുതിയ ഒരു മേഖലയെപ്പറ്റി പഠിക്കാനുള്ള ഒരു അവസരം നമുക്ക് തുറന്നു തന്നത്. അദ്ദേഹമാണ് ആദ്യം ഈ ഒരു ഫീൽഡിലേക്ക് സ്റ്റഡീസ് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഹി ഓപ്പൺസ് ന്യൂ അവന്യൂസ് ഫോർ ദ സ്റ്റഡി ഓഫ് എ മാൻ. നെക്സ്റ്റ് പ്രാക്ടിക്കൽ ടെക്നിക് ടു ട്രീറ്റ് മെൻ്റൽ ഇൽനെസ്. അപ്പോൾ നമ്മളുടെ മെൻ്റൽ ഇൽനെസ്സിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു മെത്തേഡൊക്കെ കൊണ്ടുവന്നത് ഈ ഫ്രോയിഡാണ്. അതുപോലെ ഇദ്ദേഹത്തിന് ക്രിറ്റിസിസം പറയാനുണ്ടെങ്കിൽ നമുക്ക് പറയാനുണ്ട്, മാൻ ഈസ് നോട്ട് ഓൺലി പ്ലഷർ സീക്കിംഗ് അനിമൽ. പ്ലഷർ സീക്കിംഗ് ആണ്, പക്ഷേ ടു ആൻ സർട്ടൻ എക്സ്റ്റെൻറ്റ് ഓൺലി. നമ്മൾ ആരെങ്കിലും പ്ലഷർ മാത്രം കിട്ടി ജീവിക്കുന്നവരുണ്ടോ? ഇല്ല, സീക്ക് ചെയ്താലും അല്ലാത്തതും കിട്ടാറുണ്ട്. ആൻഡ് ലിബിഡോ എന്ന് പറയുന്നത് സെക്സ് എനർജി, അത് ഒരു നമുക്ക് സെക്സിന് വേണ്ടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് എഗ്രി ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുപോലെ ഡ്രീംസ് എന്ന് പറയുന്നത് അൺകോൺഷ്യസിലെ നഷ്ട സ്വപ്നങ്ങളാണ്, അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഒരു പക്ഷേ കുറേയൊക്കെ ആയിരിക്കാം, പക്ഷേ എല്ലാം അങ്ങനെയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതുപോലെ ഈഡിപ്പസ് കോംപ്ലക്സ് ആൻഡ് ഇലക്ട്ര കോംപ്ലക്സ്, അത് എഗ്രി ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് യൂണിവേഴ്സലായിട്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഇനി ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു സ്റ്റഡി വന്നതിന് ശേഷം നമ്മുടെ എഡ്യൂക്കേഷൻ മേഖലയിൽ ചില ഇംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് ചിൽഡ്രൻസ് ആർ നോട്ട് മെഷീൻസ്,
ദേ ആർ ബയോളജിക്കൽ ക്രിയേച്ചേഴ്സ് എന്നുള്ളൊരു ഐഡിയോളജി കൊണ്ടുവന്നത്. അതായത് നമ്മൾ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്നതെല്ലാം അതുപോലെ തന്നെ ഫീഡ് ചെയ്യേണ്ട ഒരു മെഷീൻസ് അല്ല കുട്ടികൾ. അവരും ഒരു മനസ്സും അവരുടേതായ ഫീലിങ്സും അവരുടേതായ ബാക്ക്ഗ്രൗണ്ടും പേഴ്സണാലിറ്റിയും ഒക്കെ ഉള്ള ചില ക്രിയേച്ചേഴ്സാണ് എന്നുള്ളൊരു ബോധം ഉണ്ടാകണം എന്ന് ഫ്രോയിഡിൻ്റെ ഒരു നിഗമനമായിരുന്നു. അതുപോലെ സെക്സ് ഈസ് വൺ ഓഫ് ദ ഫങ്ഷൻ ഓഫ് ബോഡി. ഈ ഒരു സെക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നാളെങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ സെക്സ് എന്ന് പറയുമ്പോൾ തന്നെ അത് പറയേണ്ടാത്തൊരു കാര്യം പറഞ്ഞു എന്നുള്ള ഒരു ഫീലിംഗ് ആണ്. അത് അങ്ങനെ മാറ്റി നിർത്തേണ്ടതല്ല. നമ്മുടെ ഡൈജഷൻ, നമ്മുടെ റെസ്പിറേഷൻ, നമ്മുടെ എക്സ്ക്രീഷൻ, അതൊക്കെ പോലെ നമ്മൾക്കിടെ ഒരു ബോഡിയിലുള്ള ഒരു ഫങ്ഷനാണ്, അല്ലെങ്കിൽ ഒരു ടെൻഡൻസിയാണ് സെക്സ് എന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത് ഫ്രോയിഡിൻ്റെ ഒരു കണ്ടെത്തലാണ്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട്, ഒരാളുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അയാളുടെ മെൻ്റൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്, ഒരു കുട്ടിയുടെ ഒരു ഫിറ്റ്നസ് എന്ന് പറയുന്നത് ആ കുട്ടിയുടെ സ്റ്റഡീനെ ബാധിക്കുന്ന വലിയൊരു കാര്യമാണ്. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുപോലെ ഇമ്പോർട്ടൻസ് ഓൺ ചൈൽഡ്ഹുഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ക്യാരക്ടർ, ആറ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റി. നല്ലൊരു പേഴ്സണാലിറ്റിയെ അല്ലെങ്കിൽ നല്ലൊരു ആറ്റിറ്റ്യൂഡുള്ള ഒരു മനുഷ്യനെ, ഒരു പൗരനെ നമുക്ക് നാളെ വേണമെങ്കിൽ ഇന്ന് ആ കുട്ടിയുടെ ചൈൽഡ്ഹുഡിന് നമ്മൾ അത്രയും കെയറും ഒരു പ്രൊട്ടക്ഷനും കൊടുക്കണം. ആൻഡ് ഹീ വാസ് എഗെയിൻസ്റ്റ് സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ. അപ്പോൾ സ്ട്രിക്റ്റ് ഡിസിപ്ലിനും പണിഷ്മെൻറ്റിനും ഒക്കെ എതിരായിരുന്നു ഈ ഫ്രോയിഡ് എന്ന് പറയുന്ന നമ്മുടെ സൈക്കോളജിസ്റ്റ്. ഇൻഡിവിജ്വൽ അറ്റൻഷൻ ടു ബി നീഡഡ് ഫോർ ഈച്ച് ആൻഡ് എവറി ചിൽഡ്രൻ ഇൻ ദി ക്ലാസ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാനായിട്ട് ടീച്ചേഴ്സിന് ഒരു കണ്ണ് അതിന് വേണ്ടിയിട്ട് ഉണ്ടാകണം എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഒരു കണ്ടെത്തലാണ്. ആൻഡ് വേണ്ട കുട്ടികൾക്ക് കൗൺസിലിങ്ങിനുള്ളൊരു സെഷൻ കൂടി, അല്ലെങ്കിൽ അതുകൂടി പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതും ഇദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റിൽ പെടുന്നതാണ്. അപ്പോൾ ഫ്രോയിഡിൻ്റെ തിയറി ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷെ തീർന്നില്ല, ഇനിയുണ്ട്. അപ്പോൾ നെക്സ്റ്റ് തിയറി ഈസ്